അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കായപ്പോള ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ ഏത് പ്രായക്കാർക്കും വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ഇന്നൊരു സ്വീറ്റാണ്. നോമ്പ് തുറക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാനും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വാഴപ്പോളയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുക, ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ് കേട്ടോ. കുറച്ച് ഏലക്ക പൊടിച്ചിട്ട് കൊടുക്കുക കേട്ടോ. എണ്ണയിൽ മുക്കി പൊരിച്ചണ്ട, പരത്തണ്ട, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. കുറച്ച് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ഓട്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഓട്സൊക്കെ നമ്മുടെ ശരീരത്തിന് അത്ര നല്ല 2-3 ടീസ്പൂൺ ഓട്സ് ഇട്ട് കൊടുക്കുക. ഗോതമ്പ് പൊടിയാണ് കേട്ടോ. 2 സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ടോ. 2 സ്പൂൺ കേട്ടോ. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പ്ലീസ്. എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കുക. കശുവണ്ടി ഇട്ട് കൊടുക്കുക കേട്ടോ. നെയ്യ് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് സേമിയ വറുത്തെടുക്കാം. ഒരു പ്ലേറ്റിൽ നെയ്യ് കറങ്ങി കേട്ടോ. ഇഡ്ഡലി ചെമ്പൊക്കെ പാത്രം വെച്ചെടുത്തിട്ട് വെള്ളം നല്ലോണം വെട്ടി തിളച്ചിട്ട് കേട്ടോ പാത്രം വെച്ചെടുക്കാൻ. ഇനി കൂട്ടി നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പകുതി വെച്ചെടുത്താൽ മതി. മാവ് നല്ലോണം സെറ്റായി വന്നിട്ട് വേണം കേട്ടോ. സേമിയ ഇട്ട് കൊടുക്കുക. കണ്ടങ്ങനെ വലിഞ്ഞ് വരുമ്പോഴാണ് അപ്പം കേട്ടോ സേമിയ ഇട്ട് കൊടുക്കാൻ. ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക. പഴം നിരത്തി വെച്ചെടുക്കണം കേട്ടോ, വിട്ട് പോയതാണ്. ഇനി മുന്തിരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഈ കൂട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പഴം സേമിയ ഇട്ട് ഫസ്റ്റിൽ സേമിയ ഇട്ടിട്ട് പഴം വെച്ചെടുക്കണം കേട്ടോ. സ്കിപ്പ് ചെയ്തോളൂ, പറയാം, സോറി. ഇതേപോലെ കുരുല്ലാത്ത മുന്തിരിയാണ്. കശുവണ്ടി ഇട്ട് കൊടുക്കുക, മുന്തിരി ഇട്ട് കൊടുക്കുക. കുറച്ച് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്, കാണാനും ഭംഗിയാണ്. ഒന്ന് തവി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു വാഴൻ്റെ ഇല വെച്ചെടുക്കാം കേട്ടോ. അത് വെള്ളം അതിക്കാകാതിരിക്കാനാണ് കേട്ടോ. നമുക്ക് വെന്തുകളൊന്ന് നോക്കാം. ഒരു ഈർക്കിളി വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം കേട്ടോ. അതിന്മേൽ മാവ് ഒട്ടിപ്പിടിക്കണില്ലെങ്കിൽ വെന്തിടും കേട്ടോ. നല്ലോണം റെഡി ആക്കണം, സെറ്റ് ആക്കണം. നമുക്കൊന്ന് കഷ്ണം വെട്ടി വെക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അല്ലേ നടുക്ക് പഴം ഇങ്ങനെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചെടുക്കണം കേട്ടോ. അല്ലേ ആദ്യം മാവ് വെച്ചെടുക്കുക, പിന്നെ പഴം വെച്ചെടുക്കുക, പിന്നെ സേമിയ ഇട്ടിട്ട് അതിൻ്റെ മേലെ മാവ് വെച്ചെടുക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പ്ലീസ്.